ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെയാണ് സ്വാഗതം. ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ സ്കില്ലാടി എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഡെവിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള സന്താനം അഭിനയിക്കുന്ന പടത്തിലത്തെ സിനിമാക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ കണ്ടുകൊണ്ടേ എന്ന് പറഞ്ഞിട്ടുള്ളതും ഇറങ്ങിയിട്ട് 25 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ അത്താട് എന്ന് പറഞ്ഞിട്ടുള്ളതും റിലീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ഓഗസ്റ്റ് 9. അപ്പോൾ അതിൻ്റെ പ്രൊമോഷനൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട് റിലീസിൻ്റെ. പിന്നെ STR49 അവിടത്തിൻ്റെ പൂജ നടന്നെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ പൂജ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും കയാടുള്ളവരാണ് ഇതിൽ നായിക എത്തുന്നത്. ഓൾറെഡി അറിയിച്ചാണ് ആൾ ഓൺബോർഡ് ആയെന്നുള്ള രീതിയിൽ ആളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പൂജയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഇട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വിശംബരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് തൃശ്ശൂർ ബർത്ത്ഡേ വിഷയം കൊണ്ട് പോസ്റ്റ് വന്നിരുന്നു. ആവനി എന്നുള്ള രീതിയിലാണ് ആളുടെ പേര് കൊടുത്തിട്ടുള്ള പടത്തിൽ. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ നിന്നും ആളുടെ ബർത്ത്ഡേ വിഷയം കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ തൃശ്ശ എന്നുള്ള രീതിയിൽ. പിന്നെ സർക്കിറ്റ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് 4 days to go പോസ്റ്റർ വന്നു. പിന്നെ നിതിൻ അഭിനയിക്കുന്ന തമ്മുടു എന്ന് പറഞ്ഞിട്ടുള്ള പടം ജൂലൈ 4 റിലീസ് ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നു. പിന്നെ ദ വെർഡിക്റ്റ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ വരാൻ പോവാണ് ഇന്ന് 6 മണിക്ക്. അത് ഖുഷ്ബുവാണ് പുറത്തിറക്കാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മന്ദാദി എന്ന് പറഞ്ഞ പടത്തിൻ്റെ തെലുങ്ക് ഹോസ്റ്റലിലേക്ക് വരാൻ പോവാണ് ഇന്ന് രാവിലെ 11:07. എന്തായാലും അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ മിഥുൻ മാനുവൽ തോമസിന്റെ അടുത്ത പടങ്ങളിൽ ഒരു പടം ശ്രീഗോകുലം മൂവീസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നുവെച്ചാൽ ഗോപനെ പ്രൊഡ്യൂസ് ചെയ്യും. ഉണ്ണിമുന്ത അതിൽ നായകനായി എത്തുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ട് കേൾക്കുന്നതാണ്. എന്തായാലും അടുത്തായിട്ട് മിഥുൻ മാനുവൽ തോമസ് എടുക്കാൻ പോണ പടം അതല്ല, ആട് 3 ആണ്. ആട് 3ന്റെ ഷൂട്ടിംഗ് മിക്കവാറും പാലക്കാട് വെച്ചിട്ട് മെയ് 15 സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. അതിന് മാറിയോ എന്നുള്ളറിയില്ല, എന്തായാലും കണ്ടറിയാം. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ഇനി ബാക്കിയുള്ള മോഹൻലാലും ചേർന്നിട്ടുള്ള പോർഷൻസ് ആണ്. എന്തായാലും ആ പോർഷൻസിന്റെ ഷൂട്ടിങ്ങിൽ മോഹൻലാൽ മിക്കവാറും ഈ ജൂൺ 2nd വീക്കോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് ജോയിൻ ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ തുടരും പറഞ്ഞിട്ടുള്ള മോഹൻലാലിന്റെ പടത്തിന്റെ ഈ തിങ്കളാഴ്ച എന്ന് വെച്ചാൽ ഇന്നത്തെ പ്രീ സെയിൽസ് മാത്രം ഇന്നലെ 2.5 കോടിയുടെ മുകളിൽ കടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും 9 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 58.7 കോടിയാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും 9ാമത്തെ ദിവസം 6.35 കോടിയാണ് നേടിയിട്ടുള്ളത്. എന്തായാലും വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ 9ാമത്തെ ദിവസം 14.5 കോടി ആയിട്ടുണ്ട്. ടോട്ടല് 145.7 കോടി കടന്നിട്ടുണ്ട്. എന്തായാലും ആവേശം എന്ന് പറഞ്ഞ പടത്തിന്റെ ആടുജീവിതം എന്ന് പറഞ്ഞ പടത്തിന്റെ കളക്ഷൻസ് തകർത്തിരിക്കുകയാണ് 10 ദിവസം കൊണ്ട് തന്നെ. എന്തായാലും ഇനി മുന്നിൽ 2018 അത് കഴിഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ്, അത് കഴിഞ്ഞാൽ എമ്പുരാൻ ഇതിനോട് കടത്തി കിട്ടുമെന്നുള്ള കണ്ടറിയാം. പിന്നെ മദ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറുമുഴുകദോസ് ശിവാർത്തിനെ വെച്ചെടുക്കുന്ന പടം അവിടത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് പെൻഡിങ് ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. ഏകദേശം 12 ദിവസത്തെ ഷൂട്ട് ഉണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും പരാശക്തി എന്ന് പറഞ്ഞാൽ അവിടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും സെപ്റ്റംബർ 5 ഇതിന്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ആയിട്ട് അവർ അറിയിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ അഭിനയിച്ച ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബുക്ക് മൈ ഷോന്ന് മാത്രം 1 മില്യണിൽ കൂടുതൽ ടിക്കറ്റ്സ് വിറ്റ് പോയിട്ടുണ്ട് പടത്തിന്റെ. ഇപ്പോൾ ഞാനിവിടെ അടുത്തായിട്ട് വരാൻ പോണ പടമാണ് ദ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. എന്തായാലും അതിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ല, പക്ഷെ സംഭവം ഒരു ക്ലീഷ ബ്രേക്കിംഗ് ആയിരുന്നു. ഈ പടം ഫുള്ളൊരു ക്ലീഷ ബ്രേക്കിംഗ് സംഭവം ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ജസ്റ്റ് പറഞ്ഞത് മാത്രം. എന്തായാലും പടം റിലീസ് അറിയിച്ചിട്ടുള്ളത് 2026 മാർച്ച് 26 എന്തായാലും വരട്ടെ. പിന്നെ രജനീകാന്തിന്റെ ലോകേഷനരാജ് എടുക്കുന്ന പടമാണ് കൂലി എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടുത്തെ അനൗൺസ്മെന്റ് കൂടിയാണ് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടിക്കറ്റ് വൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടോ സംഭവം വന്നിരുന്നു. വേറെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും പടത്തിലത്തെ ശ്രുതിഹാസിന്റെ ഡബിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞില്ല എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അത് ഞാൻ ഇപ്പോൾ പറയുന്നത് മാത്രം. പിന്നെ ഉപേന്ദ്ര ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വേറെ ഒന്നല്ല, നാഗാർജുനേറ്റും അതേമാതിരി അമീർ ഖാനേറ്റും ഈ പടത്തിലെ ആൾക്ക് സീൻ എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോയിലറാണ്, പക്ഷേ സ്പോയിലർ എന്ന് പറയാനുള്ളതില്ല എന്ന് പറയാം. അങ്ങനത്തെ രീതിയിലുള്ള സംഭവമാണ്. പിന്നെ മമ്മൂട്ടി തിരിച്ചെത്തി എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, പുതിയതായിട്ട് ഇട്ടിട്ടുള്ളതാണ്. എന്തായാലും സ്ക്രീനിൽ എടുക്കാം. എന്തായാലും മമ്മൂട്ടി അടുത്തായിട്ട് ആട്ടം എന്ന് പറഞ്ഞ പടം എടുത്ത ആളുടെ പടത്തിലാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. 40 ദിവസത്തെ ഷൂട്ടാണ് ഏകദേശം ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞാണ്. അത് കഴിഞ്ഞാൽ നിതീഷ് സഹദേവ് എടുക്കുന്ന പടത്തിലാണ് ആൾ ജോയിൻ ചെയ്യുക. അതിന്റെ ഷൂട്ടിംഗ് മിക്കവാറും ഒക്ടോബറിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേൾക്കുന്നത് ഈ വർഷം. എന്തായാലും ഇപ്പോൾ അതിന്റെ ലൊക്കേഷൻ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗംഭീര വരട്ടെ. പിന്നെ ഐ ആം ഗെയിം എന്നായിട്ടുള്ള ദുൽഖർ സൽമാന്റെ മലയാളത്തിൽ വരാൻ പോണ പടം അവിടത്തിന് പൂജ കഴിഞ്ഞാലും ഷൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇവിടത്തിന്റെ കാസ്റ്റ് അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടക്കാണ് ഒരു കുറി അപ്ഡേറ്റ് ഇട്ട് വേറെ ഒന്നല്ല, അൻബർ യു മാസ്റ്റേഴ്സ് ഇതിൽ ഓൺബോർഡ് ആയിട്ടുണ്ട്. വെൽക്കം ടു ദ ഗെയിം അൻബർ യു മാസ്റ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുന്നത് അൻബർ യു ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പോസ്റ്റാണ് ഇറക്കിയിട്ടുള്ളത്. എന്തായാലും ഗംഭീരമായി വരും തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ലുക്ക് അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.